സഫയുടെ മുകളിൽ കയറി. ആരെയും കാണാനില്ല, ഒരു സഹായവും ലഭിക്കാനില്ല, കുഞ്ഞിൻ്റെ കരച്ചിൽ അവസാനിക്കുന്നുമില്ല. ആ മാതൃഹൃദയം കുഞ്ഞിനോടുള്ള സ്നേഹത്താൽ മർവയിലേക്ക് ഓടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഉസല്ലി വഉസല്ലിമു അലൻ നബിയിൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ബിഇഹ്സാൻ വഅഹ്ലി ബൈത്തിഹി ത്വയ്യിബീന ത്വാഹിരീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജുമായും അതുപോലെ ഉംറയുമായും ചരിത്ര പ്രാധാന്യമുള്ള മക്കയുമായുമൊക്കെ ബന്ധമുള്ള ഒരു വിഷയമാണ് സഫയും മർവയും. അത് സംബന്ധമായ ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഹജ്ജിൻ്റെയും ഉംറയുടെയും അവിഭാജ്യ ഘടകം റുക്നുകളിൽപ്പെട്ടതാണ് ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിമാർ അവക്കിടയിലൂടെ സഅയ് നടത്തുക എന്നത്. സഫ എന്ന വാക്കിനർത്ഥം മിനുസമുള്ള പാറ, തെളിഞ്ഞത്, പ്യുവറായത് എന്നൊക്കെയാണ്. കഠിനമല്ലാത്തതും എന്നാൽ ഉറപ്പുള്ളതുമായ പാറക്കെട്ടിനെയാണ് സഫ എന്ന് സാധാരണ വിളിക്കാറുള്ളത്. മർവ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെളുത്ത തിളക്കമുള്ള കല്ല് എന്നാണ്. കടുപ്പമേറിയതും വെളുത്ത നിറവുമുള്ള കല്ലിനെയാണ് മർവ എന്ന് വിളിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ ഘടന നമ്മൾ പരിശോധിക്കുമ്പോൾ സഫ കുന്ന്, സഫ മല എന്ന് പറയുന്നതിലപ്പുറം ഏറ്റവും നല്ലത് സഫ കുന്ന് കഅബയുടെ തെക്ക് കിഴക്ക് ഭാഗമാണ്. മർവയാകട്ടെ വടക്ക് കിഴക്ക് ഭാഗമാണ്. അപ്പോൾ കിഴക്ക് ഭാഗമാണ് സഫ തെക്ക് ഭാഗത്തും മർവ വടക്ക് ഭാഗത്തുമാണ്. ഒരാൾ സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുമ്പോൾ അയാൾ വടക്കു ഭാഗത്തേക്കാണ് നടക്കുന്നത്. മർവയിൽ നിന്നും സഫയിലേക്ക് നടക്കുമ്പോൾ അയാൾ തെക്കു ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഫയും മർവയും ഉഹദ് പർവ്വതം പോലെ വലിയ മലയല്ല, അല്ലെങ്കിൽ സൗർ ഗുഹ പോലെ, ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജബലുൻ നൂർ പോലെ വലിയ മലകളല്ല, മറിച്ച് ചെറിയ രണ്ട് പാറക്കുന്നുകളാണ്. ഇന്നും ഹറം പരിസരവും പലതവണ നവീകരണത്തിന് വിധേയമായപ്പോഴും സഫയും മർവയും അതിൻ്റെ പഴയ രൂപത്തിൽ തന്നെ കല്ലുകളും പാറകളുമൊക്കെ കാണുന്ന രൂപത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഉയരമുള്ള മലകളല്ല, കുന്നുകളല്ല എന്ന് പറഞ്ഞു. സഫയാണെങ്കിൽ സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം 15 മീറ്റർ ഉയരം മാത്രമാണ് ഉള്ളത്. മർവ ഒന്നുകൂടെ ചെറുതാണ്, ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 8 മീറ്റർ മാത്രമാണ് ഉയരമുള്ളത്. അപ്പോൾ വലിയ പർവ്വതങ്ങളല്ല, മലകളല്ല, രണ്ട് കുന്നുകളാണ്, പാറക്കുന്നുകളാണ് എന്ന് മനസ്സിലാക്കണം. സാധാരണ ഉംറയ്ക്ക് പോയ, ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ ഈ ശബ്ദം ശ്രവിക്കുന്ന, അവ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇതൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം. സഫയും മർവയും തമ്മിലുള്ള ദൂരം സഫയിൽ നിന്ന് ഏകദേശം 450 മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മർവയിലെത്താം. സഅയ് നടത്തുന്ന ഒരു ഹാജി സഫയിൽ നിന്നും മർവയിലെത്തുമ്പോൾ ഒരു സഅയായി. അങ്ങനെ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിക്കുമ്പോൾ അയാൾ എത്തിപ്പെടുക മർവയിലായിരിക്കും. അതാണ് ഒരു സഅയ് എന്ന് പറയുന്നത്. സഫയിൽ നിന്നും മർവയിലെത്തുമ്പോൾ 1, മർവയിൽ നിന്നും സഫയിലെത്തുമ്പോൾ 2, അവസാനം 7ാമത്തെ അയാളുടെ ആ സഅയ് പൂർത്തിയാകുമ്പോൾ മർവയിലായിരിക്കും. അപ്പോഴേക്കും അയാൾ ഏകദേശം 3.15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ഏകദേശം സഞ്ചരിച്ചു കാണും. സഫയും മർവയിലെയും ഇടയിൽ സഞ്ചരിക്കുമ്പോൾ പുരുഷന്മാർ പച്ച ലൈറ്റ് കാണുന്ന സ്ഥലത്ത് അല്പം ധൃതിയിൽ നടക്കേണ്ടത്, ഒരു ചെറിയൊരോട്ടം, റംല് നടത്തം എന്നൊക്കെയാണ് പറയുക. അത് ഏകദേശം ഒരു 70 അല്ലെങ്കിൽ 80 മീറ്റർ ആണ് ഈ റംല് നടത്തം നടക്കേണ്ടത്. പഴയ കാലത്ത് സഅയ് ചെയ്യുന്ന ഹാജിമാർക്ക് അവക്കിടയിലുള്ള വീതി വെറും 20 മീറ്റർ ആയിരുന്നു. ആകെയുള്ള വീതി 20 മീറ്റർ ആയിരുന്നു. പക്ഷെ പിന്നീട് നവീകരണങ്ങൾ വന്നു. ഈ അടുത്ത കാലത്ത് 2007, 2008 അബ്ദുള്ള രാജാവിൻ്റെ കാലത്ത് ഒന്നുകൂടെ അത് വിപുലീകരിച്ച് ഇപ്പോൾ ഏകദേശം
40 മീറ്ററാണ്. അണ്ടർഗ്രൗണ്ട് അടക്കം 4 ഫ്ലോറുകളിലായി ഏകദേശം 1 ലക്ഷത്തിലധികം ഹാജിമാർക്ക് ഒരേ സമയം സഅയ് ചെയ്യുവാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ സഫയുടെയും മർവയുടെയും ചില ഭൂമിശാസ്ത്രപരമായ ഇപ്പോൾ നിലവിലുള്ള സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത്. എന്താണ് സത്യത്തിൽ സഫയും മർവയും ഹജ്ജുമായുള്ള ബന്ധം, ചരിത്രവുമായുള്ള ബന്ധം എന്ന് മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യ ഹാജറും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയുമായി വിജനമായ മക്കയിലെത്തുകയും ആരോരുമില്ലാത്ത ആ സ്ഥലത്ത് അവരെ താമസിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം തിരിഞ്ഞു നടന്നു. മനുഷ്യരില്ലാത്ത, ഭക്ഷ്യയോഗ്യമല്ലാത്ത ഈ സ്ഥലത്ത് ഹാജറും ഇസ്മായിലും മാത്രം അവശേഷിച്ചു. അവരുടെ കയ്യിലുള്ള വെള്ളം തീരാറായി. തോൽപാത്രത്തിലുണ്ടായിരുന്ന കാരക്ക അവസാനിക്കാറായി. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാഹിച്ച് വിശന്ന് കരഞ്ഞു. അപ്പോൾ എവിടുന്നെങ്കിലും വല്ല സഹായം ലഭിക്കുമോ, ഭക്ഷണം ലഭിക്കുമോ, വല്ല ആളുകളെയും കാണുമോ എന്ന ആഗ്രഹത്താൽ ഹാജർ സഫയുടെ മുകളിൽ കയറി. ആരെയും കാണാനില്ല, ഒരു സഹായവും ലഭിക്കാനില്ല, കുഞ്ഞിൻ്റെ കരച്ചിൽ അവസാനിക്കുന്നുമില്ല. ആ മാതൃഹൃദയം കുഞ്ഞിനോടുള്ള സ്നേഹത്താൽ മർവയിലേക്ക് ഓടുകയാണ്. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയും പിന്നീട് അവിടെ സംസം നിർഗളിക്കുകയും ചെയ്തു. ഇതാണ് ഹാജിമാർ മനസ്സിലാക്കേണ്ട ചരിത്രം. ഇവിടെ സഫയുടെയും മർവയുടെയും ഇടയിൽ ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന, സഅയ് ചെയ്യുന്ന ഹാജിമാർ ഇത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഉംറത്തുൽ ഖളായിലും മറ്റു ഉംറകളിലുമൊക്കെ പ്രവാചകനും ഈ ഒരു ചര്യ പിന്തുടർന്നു. മദീനയിൽ നിന്നും മക്കയിലെത്തിയപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിൻ്റെ വിശ്വാസവും ധാരണയും മദീനയിൽ പോയ മുഹമ്മദും കൂട്ടരും മദീനയിലെ വബ രോഗം പിടിക്കുകയും അനാരോഗ്യവും ക്ഷീണവും കാരണത്താൽ ദുർബലരാകുകയും ചെയ്തു എന്ന ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. ആ ധാരണ തിരുത്തുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തപ്പോഴും ഉംറയുടെ വേളയിൽ തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു. ഈ സമയത്തൊക്കെ മക്കയിലുള്ള മുശ്രിക്കിൻ്റെ നേതാക്കന്മാർ മുസ്ലിമീങ്ങളെ കാണുന്നുണ്ട്. അവർ കാണട്ടെ, നമ്മൾ ആരോഗ്യ ദൃഢഗാത്രരാണ്, ശക്തരാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി തവാഫ് ചെയ്തപ്പോൾ 3 ചുറ്റൽ അല്പം സ്പീഡിൽ റംല നടന്നു. സഫയുടെയും മർവയുടെയും ഇടയിൽ ആ താഴ്വാരത്ത് ഇന്ന് പച്ചലൈറ്റ് കാണുന്ന ഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റംല നടക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉംറ ചെയ്യുമ്പോൾ, സഅയ് ചെയ്യുമ്പോൾ ഹാജിമാർ സഅയിൽ ഈ ഭാഗങ്ങളിൽ റംല നടക്കുന്നത്. ഇന്ന് അൽഹംദുലില്ലാ സൗദി ഭരണകൂടം ലോക മുസ്ലിമീങ്ങളുടെ നന്മയ്ക്കു വേണ്ടി ഹജ്ജ്, ഉംറ എന്നിവ ഏറ്റവും സുഗമമായി നടത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി ഹറമും പരിസരങ്ങളുമൊക്കെ നവീകരിച്ച കൂട്ടത്തിൽ സഅയ് ചെയ്യുന്ന ഭാഗവും വളരെ കൂടുതലായി നവീകരിച്ചു. ആദ്യകാലത്ത് സഫയും മർവയും ഉൾക്കൊള്ളുന്ന ഭാഗം ഹറമിന് പുറത്ത്, ഹറം എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പുറത്തായിരുന്നു. എന്നാൽ 1955 മുതൽ അന്ന് സൗദി ഭരണകൂടത്തിലെ രാജാവായിരുന്ന മലിക് സഊദ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വലിയ പരിഷ്കരണമുണ്ടായത്. സഫ, മർവ ഉൾക്കൊള്ളുന്ന കുന്നുകൾ വലിയ ബിൽഡിങ്ങിലാക്കി, പള്ളിക്ക് ഉള്ളിലാക്കി. പിന്നീട് അത് എയർ കണ്ടീഷൻ ചെയ്തു. പിന്നീട് അബ്ദുല്ലാ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അത് 4 നിലകളായി. ഇന്ന് അൽഹംദുലില്ലാ സഅയ് ചെയ്യുന്ന ആളുകൾ, ശാരീരികമായി പ്രയാസമുള്ള, നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇലക്ട്രിക് വീൽ ചെയർ സൗകര്യമുണ്ട്. എത്ര ചൂടാണെങ്കിലും ശീതീകരിച്ച സൗകര്യങ്ങൾ അവിടെയുണ്ട്. 20 മീറ്റർ വീതിയുണ്ടായിരുന്ന മസ്അ ഇപ്പോൾ 40 മീറ്ററായി അബ്ദുള്ള രാജാവ് അല്ലാഹു റഹ്മഹു നവീകരിച്ചു. ഇതൊക്കെയാണ് സഫയുടെയും മർവയുടെയും ചില ചരിത്ര പശ്ചാത്തലങ്ങൾ. ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന ഒരു ഹാജി അയാളുടെ കർമ്മത്തിൻ്റെ ഭാഗമായി തവാഫ് കഴിഞ്ഞാൽ
സഫാ കുന്നിലേക്ക് വരുന്നു. സഫാ കുന്ന് കയറുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലെ 158 ആയത്ത് അയാൾ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ ഫമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഒരാൾ കഅബാലയം ഹജ്ജ് ആവശ്യാർത്ഥം ഉംറ ആവശ്യാർത്ഥം അവിടെ കടന്നു വരുന്ന ആൾക്ക് സഫ മർവക്കിടയിൽ സഅയ് നടത്തുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് സഫയിലേക്ക് കയറേണ്ടത്. അതോടൊപ്പം അബ്ദൗ ബിമാ ബദ അല്ലാഹ് ഇന്ന സഫ വൽ മർവത എന്ന് അള്ളാഹ് പറഞ്ഞ ആദ്യം സഫ കൊണ്ടാണ് ആരംഭിച്ചത്. ഞാനും എൻ്റെ സഅയ് ആരംഭിക്കുന്നത് സഫ കൊണ്ടാണ്. അബ്ദൗ ബിമാ ബദ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സഫയുടെ മുകളിലേക്ക് കയറുക. എന്നിട്ട് കഅബാലയത്തിന് നേരെ തിരിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് പറയുകയും തനിക്കെന്താണോ റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ളത്, റബ്ബിനോട് ചോദിക്കാനുള്ളത്, അത് ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. വീണ്ടും 2 തവണ കൂടി നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് ചൊല്ലുക. അവക്കിടയിലൊക്കെ പ്രാർത്ഥിക്കുക. ശേഷം മർവയിലേക്ക് നീങ്ങുക. 2 പച്ച ലൈറ്റുകൾക്കിടയിലുള്ള സ്ഥാനത്ത് ഏകദേശം അത് 70-80 മീറ്ററാണ്. അവിടെ പുരുഷന്മാർ റംല് നടത്തുക, അല്പം സ്പീഡിൽ നടക്കുക. അങ്ങനെ മർവയിലെത്തുന്നു. മർവയിലെത്തിക്കഴിഞ്ഞാൽ നേരത്തെ സഫയിൽ ചെയ്തതുപോലെ അവിടെ ഇന്ന സഫാ വൽ മർവത്ത എന്ന ആയത്ത് ഓതേണ്ടതില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് പറയുക. 3 തവണ പറയുക. അതോടുകൂടി 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഅയിൽ 1 കഴിഞ്ഞു. അവസാനം 7 പൂർത്തിയാക്കുമ്പോൾ അയാൾ അവശേഷിക്കുന്നത് മർവയിലായിരിക്കും. അതോടുകൂടി അയാളുടെ സഅയ് കഴിഞ്ഞു. പിന്നീട് ഉംറക്കാരനാണ് എങ്കിൽ മുടി പൂർണ്ണമായി വടിച്ചു കളയുകയോ അല്ലെങ്കിൽ മുടി വെട്ടുകയോ ആണ് ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിലെ 158 ആയത്ത് അത് അവതീർണമാകാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് മക്കയിലെ മുശ്രിക്കും ഹജ്ജും ഉംറയും സഅയും തവാഫും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അവരാരാധിച്ചിരുന്ന ചില വിഗ്രഹങ്ങൾ സഫയിലും മർവയിലും ഉണ്ടായിരുന്നു. സഫയിൽ ഇസാഫ് എന്ന് പറയുന്ന ഒരു വിഗ്രഹവും മർവയിൽ നായില എന്ന് പറയുന്ന ഒരു വിഗ്രഹവുമാണ് ഉണ്ടായിരുന്നത്. അവർ സഅയ് ചെയ്യുമ്പോൾ അതിനൊന്ന് തൊട്ട് കൊണ്ടായിരുന്നു സഅയ് നടത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ജാ അൽ ഹഖു വസഹകൽ ബാത്തിൽ, സത്യം വന്നു, ബാത്തിൽ അസത്യം ഇല്ലാതെയായിപ്പോയി, കഅബയും പരിസരങ്ങളും ശുദ്ധിയായി ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി. അപ്പോഴും പണ്ട് കാലത്ത് 2 വിഗ്രഹങ്ങളുണ്ടായിരുന്ന ഇസാഫും നായിലയും ഉണ്ടായിരുന്ന ആ ഭാഗത്ത് തവാഫ് ചെയ്യാൻ ഒരു പ്രയാസമുള്ളതുപോലെ സ്വഹാബിമാർക്ക് അനുഭവപ്പെട്ടു. അതൊരു ഷിർക്കിൻ്റെ അടയാളമാണ് ഉണ്ടായിരുന്നുവല്ലോ എന്നാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. സഫയും മർവയും മിൻ ശആഇരില്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ ആരെങ്കിലും ബഹുമാനിക്കുന്നുവെങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അയാളുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ് അറിയിക്കുന്നത് എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അവക്കിടയിൽ നിങ്ങൾ സഅയ് നടത്തുന്നതിന് കുഴപ്പമില്ല
ഇവിടെ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അനുവദനീയമാണ് എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ സുന്നത്താണ് എന്ന ആശയത്തിലുമല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമീങ്ങൾ ഈ ഒരു പ്രയോഗം കുഴപ്പമില്ല എന്ന പ്രയോഗമാണെങ്കിൽ പോലും അത് നിർബന്ധമാണ്, ഹജ്ജിൻ്റെയും ഉംറയുടെയും മർമ്മപ്രധാനമായ ഭാഗമാണ് എന്ന് സൂചിപ്പിച്ചത്. ഒരു ഹാജിയാർ സഅയ് നടത്തിയിട്ടില്ല എങ്കിൽ അത് ഹജ്ജിലാകട്ടെ ഉംറയിലാകട്ടെ അയാളുടെ ഹജ്ജും ഉംറയും അപൂർണമായി തീരും. അതുകൊണ്ട് തന്നെ ഈ സഫ മർവ കുന്നുകൾ പഠിപ്പിക്കുന്ന പാഠം നമ്മൾ മനസ്സിലാക്കണം. ദാറുൽ അർഖം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും വേണ്ടി വരുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അർഖമിൻ്റെ വീട്, ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠശാല സഫാ കുന്നിൻ്റെ അടുത്തായിരുന്നു എന്ന ചരിത്രം നമ്മൾ വിസ്മരിക്കരുത്. തൗഹീദിൽ മുഖരിതമായ സഅയ് ചെയ്യുന്ന വേളയിൽ സഫയിലും മർവയിലും നിന്നുകൊണ്ട് കഅബാലയത്തിനു നേരെ കൈ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഹാജിമാർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പാഠമാണ് അവയുടെ മുകളിൽ നിന്നുള്ള ആ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹുമില്ല, ആരാധനയ്ക്ക് അർഹൻ സാക്ഷാൽ അല്ലാഹു മാത്രമാണ്. സഫാ കുന്നിൻ്റെ മുകളിൽ നിന്ന് കഅബാലയത്തിനു നേരെ കൈ ഉയർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഹാജിമാർ ജീവിതത്തിലൊരിക്കലും അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല. നേർച്ചകളും അർത്ഥനകളും റബ്ബല്ലാത്ത ഒരു വലിയനോ ഒരു സൃഷ്ടിക്കോ ഒരു ശക്തിക്കോ ഒരു ഖബറാളിക്കോ നൽകുവാൻ പാടില്ല എന്ന പാഠം സഫയും മർവയും നമ്മൾക്ക് അറിയിച്ചു തരികയാണ്. ഇങ്ങനെ സഫ പഠിപ്പിക്കുന്ന മർവ പഠിപ്പിക്കുന്ന ചരിത്രങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കണം ഒരു ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് തിരിച്ചു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.